മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ്. ഭക്തരെ, നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഭക്തരെ, ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവുണങ്ങാനുള്ള മരുന്നാകില്ല. ഭക്തരെ, താങ്ങി നിർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ വേണം നിങ്ങൾ ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തളർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ബന്ധങ്ങൾക്ക് 5 പടികളുണ്ട്. കാണുക, ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, നേടുക. ഇവ 4 വളരെ ലളിതമായ ഘട്ടങ്ങളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് 5ാമത്തെ ഘട്ടമാണ്, നിലനിർത്തുക. ഭക്തരെ, ജീവിതത്തിൽ ആരുടെയും നന്മകൾ പാഴാവില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഭക്തരെ, എല്ലാ മനുഷ്യർക്കും 2 കഥകളുണ്ടാകും. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. നിങ്ങൾ ഒരുപാട് ബഹുമാനവും സ്നേഹവും ചില ബന്ധങ്ങൾക്ക് കൊടുക്കും. ആ ബന്ധങ്ങളാണ് പലപ്പോഴും കൂടുതൽ വേദന നിങ്ങൾക്ക് നൽകുന്നത്. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. ഭക്തരെ, എത്ര സമ്പാദിച്ചു എന്നതിലല്ല, എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം. പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയാണ് കുടുംബത്തിന് അകത്തുള്ള ശത്രു. പുറത്തുള്ള ശത്രു ആക്രമിക്കാനെടുക്കുന്ന സമയം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. എന്നാൽ കുടുംബത്തിനകത്തുള്ള ശത്രു ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ നശിപ്പിക്കുന്നു. ഭക്തരെ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഭക്തരെ, ക്ഷമയേറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും. സംസാരമെന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. ഭക്തരെ, തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം കിട്ടാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക. വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും ഒരിക്കലും ഒരു പരാജയമല്ല, മറിച്ച് ആത്യന്തികമായ വിജയങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങളും വഴക്കുകളും കലഹങ്ങളും ചെറിയ വിട്ടുവീഴ്ചയിലൂടെ തീരാവുന്നതേയുള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും പല ബന്ധങ്ങളും മുറിഞ്ഞു പോയിരിക്കും. ഭക്തരെ, എത്ര വലിയ ബന്ധമായാലും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ അത് ഒരു ബന്ധനം പോലെ തോന്നും. ഭക്തരെ, എത്ര നന്നായി കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസാര കാരണങ്ങൾ കൊണ്ട് അകലുക തന്നെ ചെയ്യും. തുടക്കത്തിൽ നല്ല തിളക്കം കാണും, പിന്നീട് പതിയെ അതിൻ്റെ നിറം മങ്ങിത്തുടങ്ങും. ചിലർക്ക് അത്രയൊക്കെ മൂല്യമേ ജീവിതത്തിനു കാണും. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണ്. ഭക്തരെ, ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു. മറക്കേണ്ടത് മറക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോകും. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയുന്നില്ല. ഭക്തരെ, ഓരോ വേദനയും ഓരോ പാഠങ്ങൾ നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.